നമസ്കാരം. ലോകം ഉറ്റുനോക്കുന്ന മിഡിൽ ഈസ്റ്റ് വീണ്ടും കത്തുകയാണ്. ഇസ്രായേലിന്റെ ഹൃദയഭാഗമായ ടെൽ അവീവിൽ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണം പശ്ചിമേഷ്യയെ പുതിയൊരു യുദ്ധമുഖത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. മിസൈലുകൾ ആകാശത്ത് നിന്ന് തീമഴയായി പെയ്തിറങ്ങിയപ്പോൾ ടെൽ അവീവ് നഗരം അക്ഷരാർത്ഥത്തിൽ നടുങ്ങി. മംഗളകരമായ ഒരു സായാഹ്നം നിമിഷ നേരം കൊണ്ട് ഭീതിയുടെയും പുകപടലങ്ങളുടെയും നഗരമായി മാറി. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് മിസൈലുകളുടെ ഒരു വൻ പ്രവാഹമുണ്ടായത്. ഇസ്രയേലിന്റെ പ്രതിരോധ കവചമായ അയൺ ഡോമിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് പല മിസൈലുകളും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പതിച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീടിന്റെ നേർക്കും ആക്രമണമുണ്ടായി. സൈറൺ മുഴങ്ങിയതോടെ അദ്ദേഹം ബങ്കറിലേക്ക് മാറിയെന്നാണ് വാർത്തകൾ. ടെൽ അവീവിലെ പ്രധാന തെരുവുകളിലൊന്നായ സെൻട്രൽ സ്ക്വയറിന് സമീപമാണ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. കെട്ടിടങ്ങളുടെ ചില്ലുകൾ തകർന്നു വീഴുകയും പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ പാടെ തകരുകയും ചെയ്തു. നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ മരണസംഖ്യയെക്കുറിച്ചുള്ള കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. ശക്തമായ മാധ്യമ സെൻസർഷിപ്പ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പല വിവരങ്ങളും അതിന്റെ വ്യാപ്തിയിൽ പുറം ലോകത്തെ അറിയിക്കാൻ കഴിയുന്നില്ലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അല്പം മുൻപ് പതിച്ച മിസൈലിന്റെ ആഘാതത്തിൽ ഒരു 3 നില കെട്ടിടം ഭാഗികമായി തകർന്നിരിക്കുകയാണ്. അഗ്നിശമന സേനാംഗങ്ങൾ ഇപ്പോഴും തീയണയ്ക്കാനുള്ള ശ്രമത്തിലാണ്. സൈറണുകൾ ഇപ്പോഴും ഇവിടെ മുഴങ്ങുന്നുണ്ട്. ആളുകളോട് ബങ്കറുകളിൽ തന്നെ തുടരാൻ സൈന്യം കർക്കശ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇസ്രയേൽ ജനത ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള തീവ്രമായ ആക്രമണമാണിതെന്ന് ഒരു പ്രദേശവാസിയുടെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ ഇത്തരമൊരു കടുത്ത നീക്കത്തിന് മുതിർന്നത്? ഇത് കേവലം ഒരു തിരിച്ചടിയാണോ, അതോ പൂർണ്ണമായ ഒരു യുദ്ധത്തിന്റെ തുടക്കമാണോ എന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു. വെറുമൊരു മിസൈൽ ആക്രമണമല്ല ഇത്. മിഡിൽ ഈസ്റ്റിലെ ദശാബ്ദങ്ങൾ നീണ്ട നിഴൽ യുദ്ധം ഇപ്പോൾ നേർക്കുനേർ പോരാട്ടമായി മാറിയിരിക്കുന്നു. ഇറാൻ ഈ ഘട്ടത്തിൽ ഇത്തരമൊരു കടുത്ത നീക്കം നടത്തിയത് വെറുതെയല്ല. തങ്ങളുടെ സഖ്യകക്ഷികളായ ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും നേതൃനിരയ്ക്ക് നേരെയുള്ള ഇസ്രയേലിന്റെ തുടർച്ചയായ ആക്രമണങ്ങൾക്ക് മറുപടി നൽകിയില്ലെങ്കിൽ മേഖലയിലുള്ള ഇറാന്റെ സാന്നിധ്യം തകരുമെന്ന ഭീതി ഇവർക്കുണ്ട്. സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്കും സഖ്യകക്ഷികൾക്ക് മുന്നിൽ തങ്ങളുടെ കരുത്ത് തെളിയിക്കുകയെന്നത് ഇറാൻ ഇപ്പോൾ ഒരു രാഷ്ട്രീയ അനിവാര്യതയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അദ്ദേഹത്തിന് രാഷ്ട്രീയ ഭാവിയുമായി ബന്ധപ്പെട്ടതാണ്. രാജ്യത്തിനകത്ത് വലിയ പ്രതിഷേധങ്ങൾ നേരിടുന്ന ഘട്ടത്തിൽ ഒരു പുറം ശത്രുവിനേക്കാൾ രാജ്യത്തെ ഒരുമിപ്പിച്ചു നിർത്താൻ ഇത്തരം സംഘർഷങ്ങൾ അദ്ദേഹത്തിന് സഹായകരമാകുന്നു. ഇറാന്റെ ഈ ആക്രമണത്തിന് ഇസ്രയേൽ നൽകാൻ പോകുന്ന തിരിച്ചടി എത്രത്തോളം തീവ്രമായിരിക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും നെതന്യാഹുവിന്റെ വരുംകാല രാഷ്ട്രീയം. ഈ യുദ്ധത്തിൽ അമേരിക്കയുടെ നിലപാട് നിർണായകമാണ്. ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ നൽകുമ്പോഴും ഒരു വൻകിട യുദ്ധത്തിലേക്ക് മേഖല നീങ്ങുന്നത് തടയാൻ മുൻപ് ജോ ബൈഡൻ ഭരണകൂടം ശ്രമിച്ചിരുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതോടെ അതെല്ലാം തകിടം മറിയുന്ന കാഴ്ചയായിരുന്നു. വരാനിരിക്കുന്ന അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ മിഡിൽ ഈസ്റ്റിലെ ഈ അസ്ഥിരത വലിയ ചർച്ചാ വിഷയമാകും. ഇറാനെതിരെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്താനാണോ അതോ നേരിട്ടുള്ള സൈനിക ഇടപെടൽ വേണോ എന്ന കാര്യത്തിൽ വൈറ്റ് ഹൌസ് കടുത്ത സമ്മർദ്ദത്തിലാണ്. റഷ്യയും ചൈനയും ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടുകൾ ശ്രദ്ധേയമാണ്. ഇസ്രയേലിന്റെ ഏകപക്ഷീയമായ നീക്കങ്ങളെ വിമർശിക്കുന്ന ഈ രാജ്യങ്ങൾ ഇറാനെ പരോക്ഷമായി പിന്തുണ നൽകുന്നുണ്ടോ എന്ന സംശയം പാശ്ചാത്യ രാജ്യങ്ങൾക്കുണ്ട്. ഇതൊരുപക്ഷെ 3ാം ലോക മഹായുദ്ധത്തിന് വിത്തുപാകുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര നിരീക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്.